ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലന്റ് റാണി. ഇറ്റ്സ് മീ VK. മക്കളെ, അങ്ങനെ നമ്മൾ കാത്തിരുന്ന ക്രിസ്മസ് എക്സാമിനേഷന് ഇനി കുറച്ച് ദിവസങ്ങൾ കൂടി നമ്മൾ മുന്നിലുള്ളൂ. പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നല്ല, യാഥാർത്ഥ്യം മാത്രമാണ്. ഒരുപക്ഷെ ക്രിസ്മസ് എക്സാമിനേഷന് വേണ്ടിയിട്ട് ആദ്യം മുതൽ കൃത്യമായിട്ട് പഠിച്ചു പോകുന്ന വിദ്യാർത്ഥികളാവാം നിങ്ങൾ ഒരുപക്ഷെ, അല്ലെങ്കിൽ ഏകദേശം ആവറേജ് രീതിയിൽ അല്ലേ അവിടെയും ഇവിടെയൊക്കെ കുറച്ച് അറിയാം അങ്ങനെയുള്ള വിദ്യാർത്ഥികളാവാം നിങ്ങൾ, അല്ലെങ്കിൽ ഒന്നും അറിയാത്ത വിദ്യാർത്ഥികളാവാം നിങ്ങൾ അല്ലെ. ഈ 3 കാറ്റഗറിയിൽ പെടുന്ന ഏത് തരത്തിലുള്ള വിദ്യാർത്ഥികളാണ് നിങ്ങൾ എന്നുള്ള കാര്യം താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അതേപോലെ തന്നെ ഇനി അങ്ങോട്ടുള്ള ദിവസം വളരെ ക്രൂഷ്യലാണ്. കാരണം ഇനി നമുക്ക് എക്സാക്ട്ലി ഒരു 14 ദിവസം മാത്രമേ ക്രിസ്മസ് എക്സാമിന് വേണ്ടിയിട്ടുള്ളൂ. ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ഏത് രീതിയിൽ പ്രിപ്പയർ ചെയ്യണം, എങ്ങനെയാണ് നിങ്ങൾ ഓരോ ചാപ്റ്ററുകൾ റിവൈസ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് ഉണ്ടാവണം. അതിന് വേണ്ടിയിട്ട് നാളെ കൃത്യം 7 മണിക്ക് സൈലം കൊമേഴ്സ് നിങ്ങളുടെ മുന്നിലേക്ക് ഒരു കിടിലൻ സ്റ്റഡി പ്ലാനുമായിട്ട് എത്തുന്നുണ്ട്. സോ ആരും മിസ് ചെയ്യരുത്. എല്ലാവരും ഫ്രണ്ട്സിനെയും കൂട്ടി കൃത്യം 7 മണിക്ക് തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എത്തിച്ചേരേണ്ടതാണ്. ക്ലിയർ? സോ നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് +1 ബിസിനസ് സ്റ്റഡീസിലെ 7ാമത്തെ ചാപ്റ്റർ ആണ്, ഫോർമേഷൻ ഓഫ് എ കമ്പനി എന്ന ചാപ്റ്റർ. ഒരുപാട് കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. സോ അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ ക്രൂഷ്യൽ ആണെന്ന് സാർ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. സോ ഈ ദിവസങ്ങളിൽ +1 ബിസിനസ് സ്റ്റഡീസിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ചാപ്റ്ററുകളും എടുത്ത് മറിച്ച് വായിച്ചു നോക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യം തന്നെയാണ്. അതുകൊണ്ട് ഈ ചാപ്റ്റർ പഠിക്കാൻ വേണ്ടിയിട്ട് ഈ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലൂടെ ആയിരിക്കണം നമ്മൾ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് റിവൈസ് ചെയ്യേണ്ടത്. ഈ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ ഒരു ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ, ഒരുപക്ഷെ നിങ്ങൾക്ക് പബ്ലിക് എക്സാമിന് വരെ ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആയിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന തരത്തിലുള്ള വീഡിയോ ആണിത്. സോ ആദ്യം മുതൽ അവസാനം വരെ ഈ വീഡിയോ കാണുക. തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറിയുള്ള ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ ഈ വീഡിയോയുടെ താഴെ കമന്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത്. സോ ചോദ്യങ്ങളിലൂടെ ഈ ചാപ്റ്റർ സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിച്ചെടുക്കാം. സോ ഈ ഒരു ചാപ്റ്ററിലേക്ക് കടക്കുന്ന സമയത്ത് ആദ്യം നിങ്ങൾ മൈൻഡിലേക്ക് വരേണ്ടത് ഒരു കമ്പനി എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, എന്തെല്ലാം സ്റ്റെപ്പുകളാണ് ഉണ്ടാവുന്നത്, ഒരു കമ്പനി ഫോർമേഷന് വേണ്ടിയിട്ടുള്ള ആവശ്യമുള്ള ഡോക്യുമെന്റുകൾ എന്തെല്ലാമാണ്. ഇതാണ് നമ്മൾ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലോട്ട് പോകാം. ശ്രദ്ധിച്ചിരിക്കാം. ഒന്നാമത്തെ ചോദ്യം, ഫോർമേഷൻ ഓഫ് എ കമ്പനി ഇൻവോൾവ്സ് വേരിയസ് സ്റ്റെപ്സ്, ഗീവ് എ ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദീസ് സ്റ്റെപ്സ്. അതായത് ഒരു പബ്ലിക് കമ്പനി, ഇവിടെ ശ്രദ്ധിക്കണേ, പബ്ലിക് കമ്പനി ഫോം ചെയ്യാൻ കുറച്ചധികം സ്റ്റെപ്പുകൾ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ വിവരണം കൃത്യമായിട്ട് നിങ്ങൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. മക്കളെ, ഒരുപക്ഷെ 4 മാർക്കിന് മുൻ വർഷങ്ങളിൽ ചോദിച്ചുള്ള ചോദ്യമാണ്. ഒരുപക്ഷെ ഇനി അങ്ങോട്ടുള്ള ക്രിസ്മസ് എക്സാമിന് ഒരുപക്ഷെ അല്ലെങ്കിൽ പബ്ലിക് എക്സാമിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു കമ്പനി ഫോർമേഷൻ, പബ്ലിക് കമ്പനി ഫോർമേഷൻ ആവശ്യമായിട്ടുള്ള സ്റ്റെപ്പുകൾ ഏതെല്ലാമാണ്. സിമ്പിൾ ആണ്, ഓർത്തു വെക്കുക, സിമ്പിൾ ആണ്. ഒന്നാമത് പ്രൊമോഷൻ ആണ് അല്ലെ, ഒന്നാമത്തെ പ്രൊമോഷൻ. രണ്ടാമത്തത് ഇൻകോർപ്പറേഷൻ ആണ്. മൂന്നാമത്തെ സബ്സ്ക്രിപ്ഷൻ ഓഫ് ക്യാപിറ്റൽ. നാലാമത്തെ കമൻസ്മെന്റ് ഓഫ് ബിസിനസ്. പബ്ലിക് കമ്പനി ഫോം ചെയ്യുന്നതാണ്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയാം പ്രൈവറ്റ് കമ്പനി ഉണ്ട്, പബ്ലിക് കമ്പനി ഉണ്ട് അല്ലെ. അപ്പൊ പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ ആദ്യത്തെ 2 സ്റ്റേജസ് മാത്രം മതി എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർത്തു വെക്കണം. പ്രൈവറ്റ് കമ്പനിക്ക് ആദ്യത്തെ 2 സ്റ്റേജസ് മാത്രം ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബിസിനസ് ഓപ്പറേഷൻ നടത്താൻ വേണ്ടി പറ്റും. പക്ഷേ പബ്ലിക് കമ്പനിക്കാണെങ്കിൽ എന്ത് ചെയ്യണം, ഈ 4 സ്റ്റേജസും എന്താക്കണം, ഫുൾഫിൽ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം മനസ്സിലാക്കി കേട്ടോ. സോ ചോദ്യത്തിൽ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ട് പബ്ലിക് കമ്പനിയാണ്. സോ പബ്ലിക് കമ്പനി ഫോം ചെയ്യണമെങ്കിൽ 4 സ്റ്റേജസ് ഇൻവോൾവ് ആണ്. അപ്പോൾ ഓരോന്ന് നോക്കാം. പ്രൊമോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനി ഫോർമേഷന് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ ഇനീഷ്യൽ സ്റ്റേജസിൽ നടത്തുന്ന എല്ലാ ആക്ടിവിറ്റീസിനെയുമാണ് നമ്മൾ എന്ത് വിളിക്കുക, പ്രൊമോഷൻ എന്ന് വിളിക്കാം. അതൊരു പക്ഷേ ബിസിനസ് ഐഡിയ ഡിസ്കവർ ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ, അസംബ്ലിംഗ് ഓഫ് നെസസറി റിസോഴ്സസ് അല്ലെ, ഒരു ബിസിനസ് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാമാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, പ്രൊമോഷൻ എന്ന് വിളിക്കുന്നത്. സോ ഇതേപോലെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്ക്രിപ്ഷൻ നിങ്ങൾ എഴുതേണ്ടതാണ്. ഇനി അടുത്തത് ഇൻകോർപ്പറേഷൻ. ഇൻകോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ രജിസ്ട്രേഷൻ ഓഫ് എ കമ്പനിയാണ്. അതായത് കമ്പനി ഫോർമേഷൻ ആവശ്യമായിട്ടുള്ള ഡോക്യുമെന്റേഷൻസ് ഉണ്ടായിരിക്കും. മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ അടങ്ങിയിട്ടുള്ള ഒരുപാട് കൺസെന്റ് ഓഫ് പ്രപ്പോസ് ഡയറക്ടേഴ്സ് അടങ്ങിയിട്ടുള്ള ഡോക്യുമെന്റുകൾ ഉണ്ട്. അതിനെക്കുറിച്ച് ചോദ്യം വേണ്ടി ഞാൻ പറഞ്ഞുതരാം. സോ ഈ ഡോക്യുമെന്റുകളെല്ലാം തയ്യാറാക്കി കഴിഞ്ഞിട്ട് നമ്മൾ രജിസ്ട്രേഷന് വേണ്ടി സെറ്റ് ചെയ്യുന്ന, രജിസ്ട്രേഷന് വേണ്ടി പോകുന്ന സ്റ്റേജ് ആണ് എന്ന് പറഞ്ഞാൽ ഇൻകോർപ്പറേഷൻ എന്ന് പറയുന്നത് അല്ലെ. സ്ക്രൂട്ടിനി ഓഫ് ഡോക്യുമെന്റ് സബ്മിറ്റഡ് ദ രജിസ്ട്രാർ ഇഷ്യൂ സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ വിച്ച് ഇസ് കോൾഡ് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ. നമ്മൾ രജിസ്ട്രാർ മുന്നിൽ എന്താണ്, ഈ പറഞ്ഞ ഡോക്യുമെന്റുകളെല്ലാം സബ്മിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യാണ്. ദാറ്റ് ഈസ് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ. ഇനി മൂന്നാമത്തെ സ്റ്റേജ്, നമുക്കറിയാം പബ്ലിക് കമ്പനിക്ക് ഷെയറോ അല്ലെങ്കിൽ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തിട്ടാണ് ക്യാപിറ്റൽ കൊണ്ടുവരാൻ വേണ്ടി പറ്റുന്നത്. സോ മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ പബ്ലിക് കമ്പനിയുടെ ഫോർമേഷന് വേണ്ട മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് സബ്സ്ക്രിപ്ഷൻ ഓഫ് ക്യാപിറ്റൽ ആണ്. സോ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, റിക്വയർഡ് ഫണ്ട്സ് ഫ്രം ദി പബ്ലിക് ബൈ മീൻസ് ഓഫ് ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അല്ലെങ്കിൽ ഷെയർസും ഡിബഞ്ചർ ഒക്കെ ഇഷ്യൂ ചെയ്തിട്ടാണ് പബ്ലിക് കമ്പനി എന്ത് ചെയ്യുന്നത്, ക്യാപിറ്റൽ എന്ത് ചെയ്യുന്നത്, അക്വയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, വാണ്ട് ഇഷ്യൂ പ്രോസ്പെക്ടസ് ആൻഡ് ഫോളോ വേരിയസ് അതർ ഫോർമാലിറ്റീസ്. അപ്പോൾ അവർക്ക് പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യണം. പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞാൽ ഇൻവിറ്റേഷൻ ടു ദ പബ്ലിക് ആണ് അല്ലെ, ഷെയറോ ഡിബഞ്ചറോ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന ഇൻവിറ്റേഷൻ ആണ് നമ്മൾ വിളിക്കുന്നത് പ്രോസ്പെക്ടസ് എന്ന് വിളിക്കുന്നത്. അതേപോലെ തന്നെ കുറച്ചധികം ഫോർമാലിറ്റീസും ഈ പറയുന്ന ഇഷ്യൂ ഓഫ് ഷെയർസ് അല്ലെങ്കിൽ ഇഷ്യൂ ഓഫ് സബ്സ്ക്രിപ്ഷൻ ഓഫ് ക്യാപിറ്റൽ എന്ന രീതിയിൽ ഫോളോ ചെയ്യേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം എന്തെങ്കിലും നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. സോ അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞാൽ കമൻസ്മെന്റ് ഓഫ് ബിസിനസ് ആണ്. ഒരു പബ്ലിക് കമ്പനിക്ക് ഈ 3 സ്റ്റേജസും ഫുൾഫിൽ ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, അവരുടെ ബിസിനസ് ഓപ്പറേഷൻസ് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. സോ ഈ 4 സ്റ്റെപ്പുകളും കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. 4 മാർക്കിന് ഷോർട്ട് എസ്സേ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് ഈ ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തുകൊണ്ടായിരിക്കണം നിങ്ങൾ എഴുതേണ്ടത്. ഇനി നമ്മുടെ അടുത്ത ചോദ്യം, that is explain the stages involved the
ഇൻ ദ ക്യാപിറ്റൽ സബ്സ്ക്രിപ്ഷൻ സ്റ്റേജ് ഓഫ് എ പബ്ലിക് കമ്പനി. അതായത് ഒരു പബ്ലിക് കമ്പനി ഏത് രീതിയിലാണ് ക്യാപിറ്റൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ബിസിനസ്സിലേക്ക് അല്ലെങ്കിൽ കമ്പനിയിലേക്ക് ക്യാപിറ്റൽ കൊണ്ടുവരുന്നത്, എന്തെല്ലാം സ്റ്റേജസ് ആണ് അവിടെ ഇൻവോൾവ് ആയിട്ടുള്ളത്. തൊട്ട് മുന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ സബ്സ്ക്രിപ്ഷൻ ഓഫ് ക്യാപിറ്റൽ എന്ന സ്റ്റേജിൽ ഏതെല്ലാം സ്റ്റേജസ് ആണ് ഇൻവോൾവ് ആവുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത് സെബിയുടെ അപ്രൂവൽ വേണം. സെബി എന്ന് പറഞ്ഞാലാണ് സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. തീർച്ചയായിട്ടും സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ അപ്രൂവൽ ഉണ്ടെങ്കിൽ മാത്രമേ ക്യാപിറ്റൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ആരിൽ നിന്ന്? പബ്ലിക്കിൽ നിന്ന്. ഇനി അടുത്തത് ഫയലിംഗ് ഓഫ് പ്രോസ്പെക്ടസ് ആണ്. പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 2 മാർക്കിന് എക്സ്ട്രാ ആയിട്ട് നിങ്ങളോട് ചോദിക്കുക, 2 മാർക്കിന് സെപ്പറേറ്റ് ക്വസ്റ്റൻ ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എന്താണ് പ്രോസ്പെക്ടസ്? അതായത് പബ്ലിക്കിലേക്ക് ഷെയർസോ ഡിബഞ്ചേഴ്സോ പബ്ലിക് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന ഇൻവിറ്റേഷൻ ലെറ്റർ ആണ് പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞാൽ. ഈ പ്രോസ്പെക്റ്റിൽ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇൻഫർമേഷൻസ് ഉണ്ടായിരിക്കും. ഇനി ഷെയർ ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ ഷെയറിന്റെ പ്രൈസ്, ഷെയറുമായി ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും ആ പ്രോസ്പെക്ടസിൽ ഉണ്ടായിരിക്കും. സോ നെക്സ്റ്റ് സ്റ്റേജ് ഈസ് ഫയലിംഗ് അപ്പ് ഓഫ് പ്രോസ്പെക്ടസ്. ഇതിനടുത്ത് അപ്പോയിന്റ്മെന്റ് ഓഫ് ബാങ്കേഴ്സ്, ബ്രോക്കേഴ്സ് ആൻഡ് അണ്ടർറൈറ്റേഴ്സ്. ഈ പറയുന്ന ബാങ്കേഴ്സ് അല്ലെങ്കിൽ ബ്രോക്കേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഷെയർ വിൽക്കുന്ന ആളുകളെയാണ് നമ്മൾ ബ്രോക്കേഴ്സ് എന്ന് പറയുക. ബാങ്കേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഷെയർ കിട്ടുന്ന ആപ്ലിക്കേഷൻ മണി കളക്ട് ചെയ്യാനുള്ള ആളുകളാണ് ഈ ബാങ്കേഴ്സ് എന്നൊക്കെ പറയുക കേട്ടോ. സോ ഇവർ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നതാണ് 3ാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ. ഇനി 4ാമത്തെ സ്റ്റേജിലേക്ക് വന്ന മിനിമം സബ്സ്ക്രിപ്ഷൻ. ഇതും 2 മാർക്കിന് എക്സ്ട്രാ ചോദിക്കട്ടോ, സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കാം, ശ്രദ്ധിച്ചു വെക്കുക. വാട്ട് ഈസ് മിനിമം സബ്സ്ക്രിപ്ഷൻ? അതായത് ഇവിടെ നിങ്ങളൊരു ഗ്ലാസും വെള്ളം കണ്ടിട്ടുണ്ട് അല്ലേ? ഗ്ലാസും വെള്ളം കണ്ടിട്ടുണ്ട്. ഈ ഗ്ലാസും വെള്ളത്തിൽ അതായത് സപ്പോസ് ഇവിടെ ഇഷ്യൂഡ് ക്യാപിറ്റൽ എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് ഈ ക്ലാസ്സിലെ മൊത്തം കപ്പാസിറ്റി ഇഷ്യൂഡ് ക്യാപിറ്റൽ ആയിട്ട് ട്രീറ്റ് ചെയ്യുക. ഇഷ്യൂഡ് ക്യാപിറ്റൽ ആയിട്ട് ജസ്റ്റ് കൺസിഡർ ചെയ്യുക. അതിൽ 90% ആളുകൾ അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ ഷെയർ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ 90% എങ്കിലും ആളുകൾ ഷെയർസ് വാങ്ങിക്കാൻ റെഡിയാണ്, അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഈ പറയുന്ന കമ്പനിക്ക് ഷെയർ അലോട്ട് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മിനിമം സബ്സ്ക്രിപ്ഷൻ എന്ന് വിളിക്കുക. അതായത് ഈ ഒരു പോയിന്റ് ഉണ്ടാവുമല്ലോ, എബവ് 90, അതിനാണ് മിനിമം സബ്സ്ക്രിപ്ഷൻ. അതിന്റെ മുകളിൽ വന്നാൽ അതോ അല്ലെങ്കിൽ 90% അല്ലെങ്കിൽ അതിൽ കൂടുതൽ വന്നാൽ മാത്രമേ ഷെയർ ഇഷ്യൂ ചെയ്യാൻ, ഷെയർ അലോട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. സോ ആ ലെവലിനെയാണ് മിനിമം സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുക കേട്ടോ. ഇനി അടുത്തത് അപ്ലിക്കേഷൻ ടു സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് അല്ലെ. ഈ പറയുന്ന ഷെയർസോ ഡിബഞ്ചേഴ്സോ ഡീൽ ചെയ്യാൻ വേണ്ടി നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലേക്ക് എന്ത് ഒരു അപ്ലിക്കേഷൻ കൊടുക്കുകയാണ് അടുത്തത് കേട്ടോ. ഇനി ലാസ്റ്റ് വൺ ഈസ് ആൻഡ് ഫൈനൽ വൺ ഈസ് അലോട്ട്മെന്റ് ഓഫ് ഷെയർസ്. നമ്മൾ അപ്ലിക്കേഷൻ കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യണം? ഈ പറയുന്ന ഷെയർസ് വാങ്ങിക്കാൻ റെഡി ആയിട്ടുള്ള ആളുകൾക്ക് എന്ത് കൊടുക്കുകയാണ്? ഷെയർസ് അലോട്ട് ചെയ്ത് കൊടുക്കുകയാണ് അല്ലേ. ചിലപ്പോൾ കുറച്ച് ആൾക്കാർ കൂടുതൽ ഷെയർ വാങ്ങിക്കാം, കുറച്ച് ആൾക്കാർ കുറച്ച് ഷെയർ വാങ്ങിക്കാം. എത്രയാണ് ഓരോരുത്തരും വാങ്ങിക്കാൻ ആഗ്രഹിക്കപ്പെട്ടുള്ള ഷെയർസ്, അതിനനുസരിച്ച് അവർക്ക് എന്ത് ചെയ്യണം? ഓരോന്നും വീതം വെച്ച് കൊടുക്കുന്ന സ്റ്റേജ് ആണ് ലാസ്റ്റ് വൺ, ദാറ്റ് ഈസ് അലോട്ട്മെന്റ് ഓഫ് ഷെയർസ്. അങ്ങനെയാണ് ഒരു പബ്ലിക് കമ്പനി എന്ത് ചെയ്യുന്നത്? ക്യാപിറ്റൽ കണ്ടെത്തുന്നത്, സബ്സ്ക്രിപ്ഷൻ ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് അല്ലേ. ഇനി അടുത്ത ചോദ്യം ശ്രദ്ധിച്ചിരിക്കട്ടോ. അടുത്ത ചോദ്യം, who is a promoter of a company? List out any 2 functions of him. അല്ലെ, ആരാണ് ഒരു പ്രൊമോട്ടർ അല്ലെ? എന്താണ് പ്രൊമോഷൻ? നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പൊ ആരാണ് പ്രൊമോട്ടർ എന്ന് പറഞ്ഞാൽ പ്രൊമോട്ടറുടെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണ് അല്ലെ? മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അപ്പാർട്ട് ഫ്രം ദി conceiving business idea, a promoter has to do a variety of activities. Write any 3 of them. ഒരുപാട് ബിസിനസ് ഐഡിയ കൊണ്ടുവരുന്നതിനൊക്കെ അപ്പുറത്തേക്ക് ഒരുപാട് മറ്റ് ആക്ടിവിറ്റികളും ആര് ചെയ്യുന്നുണ്ട്? പ്രൊമോട്ടർ ചെയ്യുന്നുണ്ട്. സോ പ്രൊമോട്ടർ മറ്റ് ആക്ടിവിറ്റീസ് ഒക്കെ എന്താണെന്നാണ് ചോദ്യം. മക്കളെ 3 മാർക്കിന്റെ ചോദ്യമായിട്ട് ഷുവർ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഞാൻ സ്റ്റാർ ഇട്ട് വെക്കണം. എന്തായാലും നിങ്ങൾ പഠിച്ചിട്ടേ പോകാൻ വേണ്ടി പാടുള്ളൂ. സോ നമുക്ക് നോക്കാം. ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം? എന്താണ് പ്രൊമോട്ടർ അല്ലെങ്കിൽ ആരാണ് പ്രൊമോട്ടർ എന്ന് തീർച്ചയായിട്ടും എഴുതണം. എനി പേഴ്സൺ ഓർ എ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺ ഈവൻ എ കമ്പനി ഹു ടേക്സ് ഇനിഷ്യേറ്റീവ് ടു ഫോം എ കമ്പനി ആർ കാൾഡ് പ്രൊമോട്ടേഴ്സ്. അതായത് പ്രൊമോട്ടർ ഒരു പക്ഷേ ഒരു വ്യക്തി ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനമായിരിക്കാം എന്നൊക്കെ പറഞ്ഞാൽ അല്ലേ. ഒരു വ്യക്തി ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കാം. ഒരു കമ്പനി ഫോർമേഷന് വേണ്ടിയിട്ട് ഇനീഷ്യൽ സ്റ്റേജസിൽ ആക്ടിവിറ്റീസ് എല്ലാം ചെയ്യുന്ന ആളുകളെയാണ് നമ്മൾ, അല്ലെങ്കിൽ ഒരു വ്യക്തി അല്ലെങ്കിൽ ആളുകളെയാണ് അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് നമ്മൾ എന്ത് വിളിക്കുക? പ്രൊമോട്ടർ എന്ന് വിളിക്കുക അല്ലേ. പ്രൊമോട്ടർ എന്തൊക്കെയാ ചെയ്യുക? അസംബ്ലിംഗ് ഓഫ് റിസോഴ്സ് എന്ന ആക്ടിവിറ്റി ചെയ്യുന്നു. അതേപോലെ പ്രിപ്പയറിംഗ് ഓഫ് നെസസറി ഡോക്യുമെന്റ്സ്, ദെൻ ഗിവ് എ നെയിം ടു ദ കമ്പനി അല്ലേ. കമ്പനിക്ക് പേരിടുന്നത് ആരാണ്? ഈ വരുന്ന പ്രൊമോട്ടേഴ്സ് ആയിരിക്കാം. സോ ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ഒക്കെയാണ് ആര് ചെയ്യുന്നത്? പ്രൊമോട്ടർ ചെയ്യുന്നത്. സോ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ ഈ പോയിന്റ് ആണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. ഒന്നാമതായിട്ട് ഐഡന്റിഫിക്കേഷൻ ഓഫ് ബിസിനസ് ഓപ്പർച്യൂണിറ്റി അവസരം കണ്ടെത്തുന്നത് ഈ പറയുന്ന പ്രൊമോട്ടേഴ്സ് ആയിരിക്കും. ദെൻ ഫീസിബിലിറ്റി സ്റ്റഡീസ്, സാധ്യതാ പഠനങ്ങൾ, എക്കണോമിക് ഫീസിബിലിറ്റി അല്ലെങ്കിൽ ടെക്നോളജിക്കൽ ഫീസിബിലിറ്റി അല്ലെ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ സാധ്യതാ പഠനങ്ങളൊക്കെ നടത്തുന്ന ആരാണ്? ഈ പറയുന്ന പ്രൊമോട്ടേഴ്സ് ആയിരിക്കും. ദെൻ നെയിം അപ്രൂവൽ അല്ലെ, പേരിടുന്ന നെയിം അപ്രൂവലിനൊക്കെ ഡോക്യുമെന്റേഷനും മറ്റു കാര്യങ്ങളൊക്കെ തയ്യാറാക്കുന്നത് ഈ പറയുന്ന പ്രൊമോട്ടേഴ്സ് ആണ്. ഫിക്സിംഗ് അപ്പ് ഓഫ് സിഗ്നറ്ററീസ് ടു ദി മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ, ഈ പറയുന്ന മെമ്മോറാണ്ടത്തിൽ കൃത്യമായിട്ട് ഇതിന്റെ ഷെയർ ഹോൾഡേഴ്സിനെ കൊണ്ടോ അല്ലെങ്കിൽ ഡയറക്ടറാൻ വേണ്ടി പോകുന്ന ആളുകളെ കൊണ്ടൊക്കെ സൈൻ ചെയ്യിക്കുന്ന ആൾക്കാരാണ് പ്രൊമോട്ടേഴ്സ് ആയിരിക്കും. അപ്പോയിന്റ്മെന്റ് ഓഫ് പ്രൊഫഷണൽസ്, പ്രിപ്പറേഷൻ ഓഫ് നെസസറി ഡോക്യുമെന്റ്സ്, മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ അടങ്ങിയിട്ടുള്ള ഡോക്യുമെന്റുകളൊക്കെ തയ്യാറാക്കുന്ന പ്രൊമോട്ടേഴ്സ് ആയിരിക്കും. ക്ലിയർ? സോ ഇത്രയും ഫംഗ്ഷൻസ് അല്ലെങ്കിൽ റോൾ അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് ആണ് ആര് ചെയ്യുന്നത്? പ്രൊമോട്ടേഴ്സ് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഓർത്തു വെക്കാം. 3 മാർക്കിന് ചോദിച്ചു കഴിഞ്ഞാൽ 3 മാർക്കിന്റെ ചോദ്യമാണ് എന്നുണ്ടെങ്കിൽ 3 പോയിന്റ് എഴുതി ഷോർട്ടായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യട്ടോ. ഷോർട്ടായിട്ട് നിങ്ങൾ എഴുതി എക്സ്പ്ലെയിൻ ചെയ്യാം. ഇനി അടുത്ത ചോദ്യം,
Name any two documents to be submitted before register of companies for getting company registered. കമ്പനി രജിസ്ട്രേഷൻ ആവശ്യമായിട്ടുള്ള ഡോക്യുമെന്റുകൾ ഏതൊക്കെയാണ് അല്ലെ? രജിസ്ട്രേഷൻ ആവശ്യമായിട്ടുള്ള ഡോക്യുമെന്റുകൾ ഏതൊക്കെയാണ്? 2022 ഒരു മാർക്കിന് ചോദിച്ച പബ്ലിക് എക്സാമിന് ചോദിച്ച ഒരു ചോദ്യമാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഏതെങ്കിലും 2 ഡോക്യുമെന്റുകൾ മാത്രം എഴുതിയാൽ മതി. കൂടുതൽ എക്സ്പ്ലനേഷൻ ഡീറ്റെയിൽ ആയിട്ട് ഒന്നും പോകണ്ട. ഒരുപാട് ഡോക്യുമെന്റുകളെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. ഒന്നാമതായിട്ട് നിങ്ങൾക്ക് എഴുതാൻ അറിയാവുന്ന സിമ്പിൾ ആണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ അല്ലെങ്കിൽ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. ഇത് MOA അല്ലെങ്കിൽ AOA എന്ന് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ എഴുതി വെക്കുക. അത് ഷോർട്ട് ആയിട്ട് എഴുതാൻ നിങ്ങൾ നോക്കരുത്, കംപ്ലീറ്റ് ആയിട്ട് എഴുതാൻ വേണ്ടി നോക്കുക കേട്ടോ. അതേപോലെ തന്നെ കൺസെന്റ് ഓഫ് പ്രപ്പോസ് ഡയറക്ടേഴ്സ്, എഗ്രിമെന്റ് ഇഫ് എനി സ്റ്റാറ്റ്യൂട്ടറി ഡിക്ലറേഷൻ, റെസിപ്റ്റ് ഓഫ് പേയ്മെന്റ് ഓഫ് ഫീ എന്നിങ്ങനെയുള്ള ഡോക്യുമെന്റുകളും കൂടിയുണ്ട്. 6 ഡോക്യുമെന്റുകൾ ഉണ്ട്. ഇതിൽ ഏതെങ്കിലും 2 നിങ്ങൾ എഴുതിയാൽ മതി. ചോദ്യത്തിനനുസരിച്ച് മാത്രം നിങ്ങൾ ആൻസർ എഴുതിയാൽ മതി. ക്ലിയർ? ഇനി അടുത്ത ചോദ്യം, എക്സ്പ്ലെയിൻ എനി 4 ക്ലോസസ് ഓഫ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. മക്കളെ, മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ഷുവർ ആണ്, പക്ക ഷുവർ ആണ്. കാരണം അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ഒരുപാട് തവണ റിപ്പീറ്റഡ് ക്വസ്റ്റൻ ആയിട്ട് വന്നിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം എന്ന് പറയുന്നത്. സോ ശ്രദ്ധിച്ചിരിക്കുക. സോ ഇറ്റ് ഈസ് എ ഫണ്ടമെന്റൽ ഡോക്യുമെന്റ് ഓർ ചാർട്ടർ ഓഫ് ദി കമ്പനി. വേറെ ചോദ്യമാണ്, 2 ചോദ്യം ഉണ്ട് കേട്ടോ. ഒരു ചോദ്യം ഇവിടെയും കൊടുത്തു, ഒരു ചോദ്യം ഇവിടെയും കൊടുത്തു. കാരണം ഡിഫറെന്റ് രീതികളിൽ മുൻ വർഷങ്ങൾ ഇങ്ങനെ ഡയറക്റ്റ് ചോദിച്ചു, അതിന് തൊട്ട് വേറൊരു വർഷത്തിൽ ഇങ്ങനെയും ചോദിച്ചു. സോ എങ്ങനെ വേണമെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാനുള്ള പ്രാപ്തി നിങ്ങൾക്ക് ഉണ്ടാവണം. യെസ്, സോ ഇറ്റ് ഈസ് എ ഫണ്ടമെന്റൽ ഡോക്യുമെന്റ്. ഒരു സ്ഥാപനത്തിലെ, ഒരു കമ്പനിയിലെ ഫണ്ടമെന്റൽ ഡോക്യുമെന്റ്. ഇതില്ലാതെ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റൂല. അതാണ് ഫണ്ടമെന്റൽ ഡോക്യുമെന്റ് എന്ന് പറഞ്ഞാൽ കേട്ടോ. സോ ചാർട്ടർ ഓഫ് ദി കമ്പനി ഏതാണ് ഈ ഡോക്യുമെന്റ്? ദാറ്റ് ഈസ് MOA. മുഴുവനായിട്ട് എഴുതണം. ഞാൻ ഷോർട്ടാക്കി എഴുതി എന്നുള്ളത്, നിങ്ങൾ മുഴുവനായിട്ട് ആൻസർ പേപ്പറിൽ എഴുതണം കേട്ടോ. ഡിസ്ക്രൈബ് ഇറ്റ്സ് വേരിയസ് കണ്ടന്റ്സ്. അങ്ങനെയാണെങ്കിൽ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിലെ കണ്ടന്റുകൾ എന്തൊക്കെയാണ്? അപ്പൊ മക്കളെ, ഇങ്ങനെ ഒരു ചോദ്യം കണ്ടു കഴിഞ്ഞാൽ ഒരു 5 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഷോർട്ട് എസ്സേ ചോദ്യമാണത്. ഇങ്ങനെ ഒരു ചോദ്യം ഉറപ്പായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഉണ്ടാവും. സോ കൃത്യമായിട്ട് ക്ലോസസ് ഏതാണെന്ന് ഉറപ്പ് വേണം. അതേപോലെ തന്നെ എന്താണ് മെമ്മോറാണ്ടം അസോസിയേഷൻ എന്നുള്ള കാര്യം കൃത്യമായിട്ട് നിങ്ങൾ എഴുതുകയും വേണം. സോ ഇവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് സാറ് കൊടുത്തിട്ടുണ്ട്. ഈ നോട്ടുകൾ വെച്ച് മാത്രം നിങ്ങൾ എഴുതിയാൽ മതി. ഏറ്റവും സിമ്പിൾ സെന്റൻസ് ആണ്. ഇതിലും സിമ്പിൾ ആക്കാൻ പറ്റൂല കേട്ടോ. അതുകൊണ്ടാണ് ഇത്രയും സിമ്പിൾ സെന്റൻസ് കൊടുത്തിട്ടുള്ളത്. സോ മെമ്മോറാണ്ടം അസോസിയേഷൻ ഈസ് ദി പ്രിൻസിപ്പൽ ഡോക്യുമെന്റ് ഓഫ് ദി കമ്പനി. ഇത് ക്വസ്റ്റ്യനിലുണ്ട്, അത് നേരെ എടുത്ത് എഴുതിയാൽ മതി. സിമ്പിൾ ആണ്. യെസ്, ഇനി എന്താണ് മെമ്മോറാണ്ടം അസോസിയേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതണം, ഇറ്റ് കണ്ടെയ്ൻസ് ദ പവേഴ്സ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി കമ്പനി. കമ്പനിക്ക് ഉള്ള അധികാരങ്ങൾ, പവേഴ്സും അതേപോലെ തന്നെ ലക്ഷ്യങ്ങൾ, ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി കമ്പനിയുമാണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ്റെ അടങ്ങിയിട്ടുള്ളത് അല്ലേ. ചാർട്ടർ ഓഫ് ദി കമ്പനി എന്ന പേരിൽ അറിയപ്പെടുന്നു. അതേപോലെ തന്നെ സ്കോപ്പ് ഓഫ് ഓപ്പറേഷൻ ഓഫ് ദി കമ്പനി ഒക്കെ എല്ലാം ചെയ്യുന്നത് ഡിസ്ക്രൈബ് ചെയ്യുന്ന ഈ ഡോക്യുമെന്റുകളിൽ അല്ലേ. സോ അക്കോർഡിംഗ് ടു ദ പ്രൊവിഷൻസ് മെയ്ഡ് ദ കമ്പനീസ് ആക്ട് റിഗാർഡിംഗ് ഇറ്റ്സ് അൾട്ടറേഷൻ. അതായത് ഈ ഇതിൽ മെമ്മോറാണ്ടത്തിൽ അടങ്ങിയിട്ടുള്ള കണ്ടന്റുകൾ അല്ലെങ്കിൽ ഇതിൽ പറഞ്ഞ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അല്ലെങ്കിൽ മറ്റ് ഡീറ്റെയിൽസ് ഒന്നും പെട്ടെന്ന് ചേഞ്ചസ് വരുത്താൻ വേണ്ടി പറ്റില്ല, അൾട്ടർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, സോ അത് കമ്പനീസ് ആക്ട് പ്രകാരമാണ് അത് ഫോം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിലുള്ള പ്രൊവിഷൻസും കാര്യങ്ങളും ഒരുപാട് ലീഗലി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് മാത്രമേ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഒരുപാട് ലീഗൽ പ്രോസസ് ഒക്കെ ഉണ്ട്, അത് മാത്രം നോക്കിയിട്ട് മാത്രം എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, അൾട്ടർ ചെയ്യാൻ ചേഞ്ചസ് വരുത്താൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം, എന്തൊക്കെയാണ് മെമ്മോറാണ്ടത്തിലെ കണ്ടന്റുകൾ അല്ലെങ്കിൽ ക്ലോസസ് ഓഫ് MOA നോക്കാം. ഫസ്റ്റ് വൺ, നെയിം ക്ലോസ്. ഒരു കമ്പനിക്ക് ഒരു പേരിടുന്ന സമയത്ത്, പേര് നിർദ്ദേശിക്കുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഓൾറെഡി എക്സിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനിയുള്ള നെയിം പുതിയതായിട്ട് ഫോം ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു കമ്പനിക്ക് ഇടാൻ വേണ്ടി പാടില്ല. പിന്നെ പബ്ലിക് കമ്പനി ആണെങ്കിൽ ലാസ്റ്റ് വേർഡിന്റെ അവസാനത്ത് എന്ത് വേണം, പബ്ലിക് ലിമിറ്റഡ് അല്ലെങ്കിൽ ലിമിറ്റഡ് എന്ന് വേണം. പ്രൈവറ്റ് ലിമിറ്റഡ് ആണെങ്കിൽ വാലറ്റത്ത് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് കൊടുക്കണം. ഇങ്ങനെ കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട് ഒരു നെയിം ക്ലോസിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കാം. രജിസ്റ്റേർഡ് ഓഫീസ് ക്ലോസ് എന്ന് പറയുന്ന സമയത്ത് മനസ്സിലാക്കുക, ഏത് സ്റ്റേറ്റിലാണ് ഒരു കമ്പനി സിറ്റുവേറ്റ് ചെയ്യുന്നത് അവിടുത്തെ രജിസ്ട്രേഷൻ ഓഫീസിൽ എന്തായിരിക്കണം, രജിസ്റ്റർ ചെയ്തിരിക്കണം. ഇനി അതേപോലെ തന്നെ ഒബ്ജക്ട് ക്ലോസ്, ഈ കമ്പനി എന്തിനാണ് ഫോം ചെയ്യുന്നത്, പർപ്പസ് എന്താണ് അല്ലെ, അത് ഡിറ്റർമൈൻ ചെയ്യുന്ന ഒരു ക്ലോസ് ആണ് ഒബ്ജക്ട് ക്ലോസ് എന്ന് പറഞ്ഞാൽ. ലാബിലിറ്റി ക്ലോസ്, ലാബിലിറ്റി നമുക്ക് കമ്പനിയുടെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ കമ്പനിയിലെ മെമ്പേഴ്സിന്റെ ലാബിലിറ്റി എന്തായിരിക്കും? കമ്പനിയുടെ, ഇവിടെ നോട്ട് ചെയ്യുന്നുണ്ടോ, കമ്പനിയുടെ മെമ്പേഴ്സ്, ആരാ മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഷെയർ ഹോൾഡേഴ്സ് ആണ് അല്ലെ. കമ്പനിയുടെ മെമ്പേഴ്സിന്റെ ലാബിലിറ്റി ലിമിറ്റഡ് ആണ് എന്ന് നമുക്കറിയാം അല്ലെ, ലിമിറ്റഡ് ആണെന്ന് അറിയാം. നേരെ മറിച്ച് കമ്പനിയുടെ ലാബിലിറ്റി എന്താണ്, കമ്പനിയുടെ ലാബിലിറ്റി എന്താണ്, അൺലിമിറ്റഡ് ആണ്. നമ്മൾ 2ാമത്തെ ചാപ്റ്ററിൽ അടക്കം പഠിച്ചിട്ടുണ്ട്. സോ ഇവിടെ ലിമിറ്റഡ് എന്ന് പറയുന്ന സമയത്ത് ഇവിടെ അൺപെയ്ഡ് ആയിട്ടുള്ള ഷെയർസിന് മാത്രം ലാബിലിറ്റി ഉള്ളൂ. ആർക്ക്? ഈ പറയുന്ന മെമ്പേഴ്സിന്. അതാണ് ലാബിലിറ്റി ക്ലോസ് എന്ന് പറഞ്ഞാൽ. ക്ലിയർ? ഇനി ക്യാപിറ്റൽ ക്ലോസ് പറഞ്ഞാൽ മാക്സിമം എത്ര ക്യാപിറ്റൽ റേസ് ചെയ്യാൻ വേണ്ടി പറ്റും, മാക്സിമം എമൗണ്ട് എത്രയാണ്, അതിന് ലിമിറ്റ് എത്രയാണ്, അത് ഡിറ്റർമൈൻ ചെയ്യുന്ന ക്ലോസ് ആണ് ക്യാപിറ്റൽ ക്ലോസ് എന്ന് പറഞ്ഞാൽ. ഇനി അസോസിയേഷൻ ക്ലോസ് എന്ന് പറയുന്ന സമയത്ത് ഈ പറയുന്ന സിഗ്നറ്ററീസ് ഉണ്ടാവുമല്ലോ, അതായത് ഡയറക്ടേഴ്സോ അല്ലെങ്കിൽ ഷെയർ വാങ്ങിയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടായിരിക്കും. അവരെ കൊണ്ട് കൃത്യമായിട്ടൊരു അഗ്രിമെന്റ് വാങ്ങിച്ചെടുക്കുക അല്ലെങ്കിൽ ഒരു ഡിക്ലറേഷൻ വാങ്ങിച്ചെടുക്കുന്നതാണ് ഇവിടെ പറയുന്നത് അസോസിയേഷൻ ക്ലോസിൽ പറയുന്നത്. സോ ഇത്രയും ക്ലോസുകൾ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ
നിങ്ങൾ എഴുതണം, എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് നിങ്ങൾ എഴുതേണ്ടത്. മക്കളെ എല്ലാം ഓർത്ത് വെക്കട്ടോ. നെയിം ക്ലോസ്, രജിസ്റ്റേർഡ് ഓഫീസ് ക്ലോസ്, ഒബ്ജക്ട് ക്ലോസ്, ലാബിലിറ്റി ക്ലോസ്, ക്യാപിറ്റൽ ക്ലോസ്, അസോസിയേഷൻ ക്ലോസ് എല്ലാം കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. സ്ഥിരമായിട്ട് കാണുന്ന ചോദ്യമാണ് ക്ലോസസ് ഓഫ് മെമ്മോറണ്ടം അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ. സോ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. ദെൻ അടുത്ത ചോദ്യം, റൈറ്റ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ ആൻഡ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. ഇത് കഴിഞ്ഞ വർഷം ക്രിസ്മസ് എക്സാമിന് സാറ് പ്രിഡിക്റ്റ് ചെയ്തു. ഇത് അതേപോലെ പരീക്ഷയ്ക്ക് ചോദിച്ചു. 4 മാർക്കിന്റെ അല്ലെങ്കിൽ 5 മാർക്കിന്റെ ചോദ്യമായിട്ട് വരാൻ സാധ്യതയുണ്ട്. എന്താണ് മെമ്മോറണ്ടം അസോസിയേഷനും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? സിമ്പിളായിട്ട് സാർ സെന്റൻസിൽ കൊടുത്തിട്ടുണ്ട്. ഇത് മാത്രം നിങ്ങൾ എഴുതി കൃത്യമായിട്ട് പഠിച്ചു വെക്കുക മക്കളെ. മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ ഇങ്ങനെ എഴുതുക, അതിനുശേഷം ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഇങ്ങനെ എഴുതുക. ക്ലിയർ ആണല്ലോ? സോ ഓൾറെഡി ഞാൻ പറഞ്ഞു മെമ്മോറണ്ടം അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ചാർട്ടർ ഓഫ് ദി കമ്പനി. ഒരു കമ്പനിയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്, ചാർട്ടർ ആണ്, ഫണ്ടമെന്റൽ ഡോക്യുമെന്റ് ആണ്. നിങ്ങൾ പേരിൽ ഇങ്ങനെ ആലോചിച്ച് വെക്കണം. ചാർട്ടർ, ഫണ്ടമെന്റൽ ഡോക്യുമെന്റ്, കോൺസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി പറ്റും. ഇനി ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ വന്ന ബൈലോ ഓഫ് ദി കമ്പനി. ഒരു കമ്പനിയുടെ ബൈലോ ആണ് ആരെന്ന് പറഞ്ഞാൽ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ അല്ലേ. ദെൻ ഡിഫൈൻ ദ ഒബ്ജക്ട്സ് ആൻഡ് പവേഴ്സ് ഓഫ് ദി കമ്പനി. ഒരു കമ്പനിയിലെ പവേഴ്സും ഒബ്ജക്റ്റീവ് ആണ് ഇവിടെ ഡിഫൈൻ ചെയ്യുന്നത്. മെമ്മോറാണ്ടത്തിൽ ഡിഫൈൻ ചെയ്യുന്നത്. ഇവിടെ ആണെങ്കിലും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓഫ് ഇന്റേണൽ മാനേജ്മെന്റ്. ഇന്റേണൽ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്ന ഡോക്യുമെന്റിൽ പറയുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. Then it is a fundamental document. നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. Then subsidiary to memorandum. അതായത് ഫണ്ടമെന്റൽ ഡോക്യുമെന്റ് എന്ന് പറഞ്ഞാൽ ഇതില്ലാതെ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. പക്ഷേ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഇല്ലെങ്കിൽ നമുക്ക് എന്താ ചെയ്യാം, ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാം. അപ്പം സബ്സിഡിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ താഴെയുള്ള അല്ലെങ്കിൽ അനിയനാണെന്ന് പറയാം അല്ലേ. ഒരു ചേച്ചി, ഒരു അനിയത്തിയും, ഒരു ഏട്ടനും ഒരു അനിയനും അങ്ങനെ പറയാം. സബ്സിഡിയറി ഡോക്യുമെന്റ് ആണ് മെമ്മോറാണ്ടം. അല്ല, ഒരു അനിയൻ ചേട്ടൻ അല്ലെ, ചേട്ടൻ അനിയനും ബന്ധമാണ് ആര് തമ്മിലുള്ളത്? മെമ്മോറാണ്ടം അതേപോലെ തന്നെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ തമ്മിലുള്ളതെന്ന് മനസ്സിലാക്കി വെക്കാം. ഇതിനകത്ത് കമ്പൽസറി ഫോർ ഓൾ ടൈപ്സ് ഓഫ് കമ്പനീസ്. കമ്പൽസറിയാണ്, നിർബന്ധമാണ്, ഇതില്ലാതെ ഫോം ചെയ്യാൻ പറ്റൂല അല്ലേ. ഇനി നോട്ട് കമ്പൽസറി ഫോർ പബ്ലിക് കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ് അല്ലേ. കമ്പൽസറി അല്ല, പബ്ലിക് കമ്പനി ബൈ ലിമിറ്റഡ് ബൈ ഷെയർസിന് കമ്പൽസറി അല്ല. ദെൻ റെഗുലേറ്റ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കമ്പനി ആൻഡ് ഔട്ട്സൈഡ് വേൾഡ്. പുറത്തുള്ള ആളുകളുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു ഇതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഡിഫൈൻസ് ദ ഇന്റേണൽ റിലേഷൻ ബിറ്റ്വീൻ കമ്പനി ആൻഡ് മെമ്പേഴ്സ്. ഇന്റേണൽ റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കും. അത് കമ്പനിയും അവിടെയുള്ള മെമ്പേഴ്സ് അല്ലെങ്കിൽ അവിടെയുള്ള ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് അവിടെ സ്പെസിഫൈ ചെയ്യുന്ന ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ സ്പെസിഫൈ ചെയ്യുന്നത്. ഇനി ലാസ്റ്റ് വൺ ഈസ് ഡിഫിക്കൽട്ട്. അൾട്രേഷൻ എന്താണ്? ഡിഫിക്കൽട്ട് ആണ്. ഇവിടെ എന്താണ്? ഈസിയാണ്. സോ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. അൾട്രേഷൻ ഡിഫിക്കൽട്ടി ആണ് ഇൻ ദി കേസ് ഓഫ് മെമ്മോറാണ്ടം അസോസിയേഷൻ. അൾട്രേഷൻ ഈസിയാണ് ഇവിടെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ. ഇതാണ് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്. ഓക്കെ, സോ ഇത്രയും ചോദ്യങ്ങളാണ് ഈ ഒരു ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് കീറി മുറിച്ച് പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അതുകൊണ്ട് ഈ ചോദ്യങ്ങളെല്ലാം വെച്ചുകൊണ്ടായിരിക്കണം ഈ വരുന്ന ക്രിസ്മസ് എക്സാമിനേഷനും അതേപോലെ തന്നെ പബ്ലിക് എക്സാമിനേഷൻ നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. സോ ഈ വീഡിയോ സേവ് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും യൂസ്ഫുൾ ആവും. ഈവൻ ദോ ക്രിസ്മസ് എക്സാം കഴിഞ്ഞാൽ അത് അവിടെ ഇടരുത്. നിങ്ങൾക്ക് പബ്ലിക് എക്സാമിലേക്ക് യൂസ്ഫുൾ ആയിരുന്ന ഒരു വീഡിയോ ആണ്. സോ എവിടെയെങ്കിലും നിങ്ങൾക്ക് പേഴ്സണൽ ആയിട്ടൊരു വാട്സപ്പിൽ അക്കൗണ്ട് ഒക്കെ ആണെങ്കിൽ അവിടെ കൊണ്ട് ഇത് സേവ് ചെയ്ത് വെക്കുക. സോ നിങ്ങളുടെ ക്ലാസ് ഗ്രൂപ്പിലേക്ക് അല്ലെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. ഈ ചാപ്റ്റർ ഇനി കൺഫ്യൂഷൻ ഇല്ല. ഈ ചാപ്റ്ററിൽ ഈ ചോദ്യങ്ങൾ വെച്ചുകൊണ്ട് തന്നെ റിവൈസ് ചെയ്യുക. സോ ഇതേപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇതുപോലെ കണ്ടന്റ് വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ. ഇറ്റ്സ് മീ വി കെ റുസൈൽ. ബൈ ബൈ ഗൈസ്.